കാസർഗോഡ് നെയ്യങ്കയത്താണ് ഞാനിപ്പോഴുള്ളത്. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയാണിത്. ഈ മേഖലയിൽ മുഴുവൻ കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ കാട്ടാന ശല്യം രൂക്ഷമാണ്. ആനകളെ ഓടിച്ചു വിടാനുള്ള ശ്രമങ്ങളൊക്കെ പല ഭാഗത്തും നടക്കുന്നുണ്ടെങ്കിൽ പോലും ആനകൾ കൂട്ടമെത്തുന്നു. 3 ആനകളുണ്ട് എന്ന് വനംവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നു. അതല്ല, 5 ആനകളുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആനക്കാര്യം കൂട്ടായ്മയുടെ പ്രസിഡന്റാണ് നമുക്കൊപ്പം ചേരുന്നത്. ആനശല്യം അത്രയും രൂക്ഷമാണ്. ഒരുപാട് രൂക്ഷമാണ്. കാർഷിക വിളകൾ മുഴുവനും നശിപ്പിച്ചു. പൈപ്പ് കാർഷിക വിളകൾ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഫോറസ്റ്റുകാർ ഭാഗത്തു നിന്ന് ഇതിന് ഓടിക്കേണ്ട സംവിധാനം നടത്തുന്നുണ്ട്. അത് എത്ര കണ്ട് സക്സസ് ആകുമെന്ന് കണ്ടറിയുന്നില്ല. ഇന്നലെ രാത്രി 12-1 മണി വരെ അവർ ഓടിച്ചിരുന്നു. പിന്നെ അവരെ കാര്യങ്ങളൊക്കെ ടോർച്ചിലൊക്കെ വെളി തീർന്നു എന്നൊക്കെ പറഞ്ഞ് മഴയും വന്നു അവർ തിരിച്ചുപോയി. അതിനുശേഷം കുണ്ടൂച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് നഷ്ടം വരുത്തിയിട്ടുണ്ട്. പൈപ്പ് ലൈന് പൊട്ടി, പിന്നെ കവുങ്ങ്, തെങ്ങ്, വാഴ മുഴുവനും നശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് അടുത്ത താണ്ഡവം കഴിഞ്ഞിട്ട് ഫോറസ്റ്റിലേക്ക് ആന കയറി ചെന്നത്. നാട്ടുകാരോട് ചേർന്നുകൊണ്ടാണ് ഈ ആനയെ ഓടിക്കുന്നത്. നാട്ടുകാരെ എല്ലാ സഹകരണവും ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്. എങ്കിലും കാടിൻ്റെ അകത്തേക്ക് നാട്ടുകാരെ അവർ കയറ്റുന്നില്ല. എന്തെങ്കിലും അപകടം പറ്റിയെങ്കിലോ എന്നുള്ളത് അകത്തേക്ക് ഫോറസ്റ്റുകാർ മാത്രമാണ്. പുറത്ത് എവിടെയെങ്കിലും അതിർത്തിയെല്ലാം ഞങ്ങളോട് നോക്കാൻ പറയുന്നത് ആന പാസ്സായോ അങ്ങനെ. ഈ വനത്തിനകത്ത് കയറി ആനയെ ഓടിക്കാൻ നിയമപരമായിട്ട് അധികാരമൊന്നുമില്ലല്ലോ. ഈ ആനകളെ ഏത് ഭാഗത്തേക്ക് ഓടിച്ചു വിടാനുള്ള ശ്രമം, ഉൾക്കാട്ടിലെ ഏത് ഭാഗത്തേക്ക് ഓടിച്ചു വിടാനുള്ള ശ്രമമാണ്? ഇതുവഴി പുലിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ 21 കിലോമീറ്റർ തൂക്കുവേലി ഉണ്ട്. അതിനപ്പുറം കടത്തിയ കർണാടക വനാണ്. കർണാടക വനത്തിലേക്കാണ് ഇത് കയറ്റേണ്ട സംവിധാനം ഉണ്ടാക്കുന്നത്. അങ്ങനെ കയറ്റിവിട്ടാൽ മാത്രമേ ഇവിടെ സുരക്ഷിതമാവും. ആ വേലി പൂർണ്ണമല്ല. ആ 21 കിലോമീറ്ററിന് അപ്പുറത്തും ഇപ്പുറത്തും വേലി കെട്ടാൻ ബാക്കിയുണ്ട്. അത് കെട്ടിക്കഴിഞ്ഞാലേ ആനകളെ ഇങ്ങോട്ടുള്ള വരവ് തടയാൻ പറ്റുള്ളൂ. ഏതൊക്കെ മേഖലയിലാണ് ഇപ്പോൾ കാർഷിക വിളകളൊക്കെ നശിപ്പിച്ചിരിക്കുന്നത് ആന? ഇത് മുളിയാർ ഗ്രാമപഞ്ചായത്ത്, പിന്നെ കാരടുക്ക, ദേലമ്പാടി, അടൂർ എന്ന് മുഴുവനും. ഇപ്പോൾ ഈയിടെ ദേലമ്പാടി പഞ്ചായത്തിലെ കടുവന എന്ന സ്ഥലത്ത് 6 ദിവസം തുടർച്ചയായിട്ട് ആന നശിപ്പിച്ചു. ഒരുപാട് നശിപ്പിച്ചു. അടുക്ക് ആറാട്ടിക്കാർക്ക് എത്താൻ പറ്റുന്നൊരു മേഖലയല്ല. വളരെ കുഴി ഉള്ള സ്ഥലത്താണ്. എങ്കിലും അവർ ഫോറസ്റ്റുകാരിൽ കഴിയുന്നത്ര സഹായം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ നമുക്കിവിടെയൊക്കെ പല മേഖലകളിലും കാണാൻ കഴിയുന്നുണ്ട്. ഈ സോളാർ ഫെൻസിങ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ ഇത് ആനയെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല, പര്യാപ്തമല്ലേ? ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട്. ചില സമയങ്ങളിൽ ആന തന്നെ ഉണക്ക് കമ്പെല്ലാം എടുത്ത് ഒട്ടിച്ചിട്ട് ഉള്ളിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് ആന. അത് ആൾക്കാരൊന്നും അറിയുന്നില്ല. അർദ്ധരാത്രിക്കും പുലർച്ചയ്ക്കാണ് അത് സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന ഫെൻസിങ് അടക്കം ആനകൾ മറികടന്ന് വരുന്നു എന്നുള്ളതാണ്. മറികടന്ന് വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് എല്ലാ മേഖലയിലും ഫെൻസിങ് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, കുറച്ച്. ഇപ്പോൾ ഇവിടെയുണ്ട്. ഇങ്ങനെ കുണ്ടൂച്ചി എന്ന് പറയുന്ന സ്ഥലത്തില്ല. പിന്നെ അങ്ങോട്ടെല്ലാം സ്വകാര്യ വ്യക്തികൾ ചെയ്തിട്ടുണ്ട് കുറേ ഫെൻസിങ്. അവിടെ സർക്കാർ തലത്തിൽ ഈ ഭാഗത്തുനിന്ന് ഫെൻസിങ്ങിന് അങ്ങനെ അനുമതി കിട്ടിയില്ല. വനവകുപ്പ് എങ്ങനെ നിങ്ങളോട് സഹകരിക്കുന്നുണ്ടോ? ആനകൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ ഏത് തരത്തിലാണ്? ആനകൾ വരുമ്പോൾ ഉടനെ വിളിച്ചാൽ അവർ ഫോറസ്റ്റുകാർ ഓടി എത്താറുണ്ട്. അവരാൽ കഴിയുന്നത് ചെയ്യുന്നത്. അവർക്ക് ആദ്യം വണ്ടിയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ വണ്ടി കൊണ്ട് ഫോറസ്റ്റ് വകുപ്പിന് നല്ലൊരു ടീമുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. ആയുധങ്ങൾ തോക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 2-3 ദിവസമായിട്ട് ബഹുമാനപ്പെട്ട DFO തോക്ക് സംഘടിപ്പിച്ചിട്ട് ERR ടീമിന് കൊടുത്തിട്ടുണ്ട്. അവർ മാക്സിമം അത് ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണമാണ് ഉള്ളത്. അതായത് മറ്റിടങ്ങളിലെ പോലെ ഈ വനവകുപ്പ് ജീവനക്കാരും ഇവിടുത്തെ നാട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, ഒരു സംഘർഷവും നല്ല സൗഹാർദ്ദമായിട്ടാണ് പോകുന്നത്. അവരെല്ലാം നമ്മളറിയുന്ന വിവരം അവർക്ക് കൈമാറുന്നുണ്ട്. അവരും ഞങ്ങൾക്ക് വിവരം കൈമാറുന്നുണ്ട്. ആന ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട്, ഇന്ന് സൂക്ഷിക്കണം എന്നൊക്കെ. ഈ വന്യജീവികളുടെ സംഘർഷം മാത്രം ഒഴിവായി കിട്ടിയാൽ സേഫായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വന്യമൃഗങ്ങളെ ഇപ്പോൾ ആന, പുലി, കാട്ടുപോത്തൊക്കെ ഒരുപാടുണ്ട് ഇതിൽ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വരുന്ന വഴിയിലെല്ലാം കാട്ടുപോത്തിനെ കണ്ടാൽ ഭയങ്കര പേടിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാനൊക്കെ വരുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടാണല്ലോ. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതിനോട് മയിലി കുരങ്ങ് അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ വനാതിർത്തിയിൽ ജീവിക്കുന്ന ഒരു കർഷകർ ദുരിതം വളരെയധികം ദുസ്സഹമാണ്. സാധാരണ ഇതിൽ പുറത്ത് വരുന്ന ആളുകളെ സംബന്ധിച്ച് മയിലും കുരങ്ങൊക്കെ ഒരു കാഴ്ച ഇല്ല, ആ രീതിയിലാണ്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അല്ലല്ല, ഇപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യത്തിലാണ്. ഒരു മൃഗവും ഞങ്ങൾക്ക് വേണ്ട, ഇനി ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി എന്നുള്ള ഈ മയിലും കൃഷിനാശം വരുത്തുന്നുണ്ട്. ഒരുപാട് പച്ചക്കറിയെല്ലാം ഒരുപാട് കൊത്തിത്തുന്നു മയിൽ. ഒരുപാട് നഷ്ടം വരുന്നു. കുരങ്ങ് ഇളനീര്, അതിൻ്റെ കരിക്ക് മുഴുവനും പച്ച മൂപ്പത്താത്ത അടക്ക ഇതൊക്കെ കുരങ്ങും കടിച്ചു തന്നിട്ടുണ്ട്. വാഴക്കുല ഒന്നും കിട്ടുന്നില്ല. വാഴയുടെ തണ്ടൊക്കെ ആനയായി, കൊലയൊക്കെ കുരങ്ങിനായി. അങ്ങനെയാണ് എടുത്ത്. എല്ലാ മൃഗങ്ങളും നമ്മളെ ബുദ്ധിമുട്ടിക്കുക തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ മൃഗങ്ങളും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്.
കർഷകരുടെ ദുരിതം തന്നെയാണ് ഇവർ പറയുന്നത്. ആനക്കാര്യത്തിൽ കൂട്ടായ്മയുടെ പ്രസിഡന്റാണ് പറയുന്നത്. അതായത് സോളാർ ഫെൻസിംഗ് ഒക്കെ പല മേഖലകളുണ്ട്, പക്ഷേ പല മേഖലകൾ അപൂർണമായി നിൽക്കുന്നു. അത് പൂർണ്ണമാക്കിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവൂ എന്ന് കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ ആന ഈ ഉണക്ക കമ്പുകളൊക്കെ ഉപയോഗിച്ച് തകർത്ത് അകത്ത് കിടക്കുന്ന പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഏതായാലും ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ അവരുമായി കർഷകരുമായി സഹകരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു കാര്യം കൂടി അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.